ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെല്ലിക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. പോഷക ഗുണങ്ങളുടെയും ഔഷധ മൂല്യങ്ങളുടെയും ഒരു വലിയ കലവറയാണ് നെല്ലിക്ക. ദിവസവും നെല്ലിക്ക മിതമായ അളവിൽ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും നെല്ലിക്ക കഴിക്കുക എന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ലല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു ലേഹ്യം ഉണ്ടാക്കി വെച്ചാൽ എല്ലാ ദിവസവും മിതമായി തന്നെ നമുക്ക് നെല്ലിക്ക കഴിക്കാൻ സാധിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നെല്ലിക്ക നന്നായിട്ട് കഴുകി അതിലെ അഴുക്കും ചെളിയും മാറ്റി വൃത്തിയാക്കിയെടുക്കണം. ഇനി ഇത് ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടും നെല്ലിക്ക വേവിച്ചെടുക്കാട്ടോ. നെല്ലിക്ക അവിടെ ഇരുന്ന് വെന്തു വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. ദാ ഈ കാണുന്ന അത്രയും ചുക്ക്, കുരുമുളക്, ജീരകം, ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മസാലക്കൂട്ട് ഞാനിവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ നെല്ലിക്ക എന്തായെന്ന് നോക്കാം. നെല്ലിക്ക നന്നായിട്ട് വെന്ത് വിടർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായി മാറ്റിവെക്കാം. ലേഹ്യം ഉണ്ടാക്കാനായിട്ട് 1 കിലോ നെല്ലിക്കയ്ക്ക് 1 കിലോ പനഞ്ചക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ലേഹ്യം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് പനഞ്ചക്കര അല്ലെങ്കിൽ കരിപ്പട്ടി ചക്കരയാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ മാത്രം സാധാ ശർക്കര ഉപയോഗിക്കാട്ടോ. ശർക്കരയിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കാനായിട്ട് സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം. നെല്ലിക്കയുടെ കുരു മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത നെല്ലിക്ക മുഴുവനും ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. നെല്ലിക്കയോടൊപ്പം ചേർത്ത് ലേഹ്യമുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഔഷധ സസ്യമാണ് ബ്രഹ്മി. കുഞ്ഞുങ്ങളിലെ ബുദ്ധിവികാസവും ഓർമ്മശക്തിയും എല്ലാം വർദ്ധിപ്പിക്കാൻ പണ്ട് മുതൽക്ക് ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ് ബ്രഹ്മി. ലേഹ്യമുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം 200 ഗ്രാമോളം ബ്രഹ്മി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ബ്രഹ്മിയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ബ്രഹ്മി ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പേസ്റ്റ് പോലെ അരച്ചെടുത്ത ബ്രഹ്മിയും കൂടി നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര നന്നായിട്ട് തിളച്ച് കട്ടകളൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഇത് പാനിയാക്കി എടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ചക്കരയിൽ മണ്ണും പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരരിപ്പ വെച്ച് അരിച്ചിട്ട് വേണം നമ്മുടെ നെല്ലിക്ക ബ്രഹ്മി മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ചക്കര ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൈവിടാതെ ഇളക്കി കൊടുക്കണം. തിളച്ചു തുടങ്ങുന്ന നേരത്ത് നമ്മുടെ ലേഹ്യം ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും. ആ സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലിട്ട് വെച്ച് നമ്മുടെ മുഖം മറച്ചു പിടിക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലേഹ്യത്തിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം നമ്മുടെ ലേഹ്യം കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ജീവകം സിയുടെ കലവറയാണ് നെല്ലിക്ക. മാത്രമല്ല ജീവകം ബി, ഇരുമ്പ്, കാൽസ്യം എന്നിവയും ധാരാളമായി നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ആയുർവേദ പ്രകാരം അസന്തുലിത അവസ്ഥയിലുള്ള പിത്തദോഷത്തെ സന്തുലിതമാക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഭക്ഷണവും ഔഷധവുമാണ് നെല്ലിക്ക. ദിവസവും നെല്ലിക്ക കഴിക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്കും ചർമ്മത്തിന്റെ തിളക്കത്തിനും വളരെ നല്ലതാണ്. മാത്രമല്ല മുടി കൊഴിച്ചിൽ തടയാനുള്ള വളരെ നല്ലൊരു ഔഷധമാണിത്. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 100 ഗ്രാം കൽക്കണ്ടം പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ലേഹ്യം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ശരീരത്തിലെ രക്തകോശങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തി അനീമിയ തടയാനുള്ള നല്ലൊരു പ്രതിവിധിയാണ് നെല്ലിക്ക. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ മുടി തഴച്ചു വളരാൻ സഹായിക്കുന്നു. മാത്രമല്ല ചർമ്മകാന്തി വർദ്ധിപ്പിക്കുകയും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നു. ജരാനരകളെ അകറ്റി നിർത്താനായിട്ട് ചവന മഹർഷി ഉണ്ടാക്കിയ അത്ഭുത ഔഷധമാണ് ചവനപ്രാശം. ഈ ചവനപ്രാശത്തിലെ പ്രധാന ഘടകമാണ് നെല്ലിക്ക. കൽക്കണ്ടം ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലേഹ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം.
നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ പൊടിച്ചു വെച്ചേക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ലേഹ്യത്തിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ മസാലക്കൂട്ട് ചേർക്കുന്നത്. മസാലക്കൂട്ട് ചേർത്തതിന് ശേഷം 10 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഈ പരുവം കണ്ടോ? ഇതാണ് ലേഹ്യത്തിൻ്റെ പാകം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ലേഹ്യം ഉണ്ടാക്കാനായിട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3/4 മണിക്കൂർ വേണ്ടി വന്നു നമ്മുടെ ലേഹ്യം പാകമാക്കിയെടുക്കാൻ. സ്റ്റവ് ഓഫാക്കിയ ശേഷം 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ലേഹ്യം നന്നായിട്ട് തണുത്തതിന് ശേഷം ഗ്ലാസ് ബോട്ടിലിലാക്കി സൂക്ഷിച്ചു വയ്ക്കാം. ഈ മഴക്കാലത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനും പനി, ചുമ, ജലദോഷം എന്നിവയ്ക്ക് കാരണമാകുന്ന രോഗാണുക്കളിൽ നിന്നും സംരക്ഷണം നൽകാനും സഹായിക്കുന്ന നല്ലൊരു ഔഷധമാണിത്. രാത്രിയിൽ ആഹാരത്തിന് ശേഷം കുട്ടികൾക്ക് 1 സ്പൂൺ ലേഹ്യവും മുതിർന്നവർക്ക് 2 സ്പൂൺ ലേഹ്യവും കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്